ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അത്തരത്തിൽ അവന് കീഴൊതുങ്ങുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ പിതാവുമായി ഒന്നിച്ച് ഒരു ട്രെയിൻ യാത്ര ചെയ്യാണ്. ഒരു കാണാൻ അത്യാവശ്യം വലിപ്പമൊക്കെയുള്ള ഒരു യുവാവായതിനാൽ തന്നെ എല്ലാവരും അവരെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു തിരക്കുള്ള ട്രെയിനായിരുന്നു. അപ്പോൾ ഈ യുവാവ് തൻ്റെ പിതാവിനോടായിക്കൊണ്ട് പുറത്തുള്ള കാഴ്ചകളെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ആ കുട്ടി പറഞ്ഞു, അച്ഛാ പുറത്തേക്കൊന്ന് നോക്കൂ, ആ മരങ്ങളെല്ലാം നമ്മളെ പിന്നിലാക്കിക്കൊണ്ട് അത് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അതിശയത്തോടെ പറയാണ് ഈ കുട്ടി. കണ്ടാൽ അത്യാവശ്യം വലുപ്പമൊക്കെ തോന്നുന്നതുകൊണ്ട് തന്നെ അവർക്ക് നേരെ മുമ്പിലുണ്ടായിരുന്ന ദമ്പതികളായ ഒരു 2 പേർ, അവർ പിന്നെ വളരെ ദയനീയമായി ഈ കുട്ടിയെ നോക്കുകയാണ്. ഇത്രയൊക്കെ പ്രായമായിട്ടും ഇങ്ങനെയുള്ള ചെറിയ കുട്ടികൾ പറയുന്ന കാര്യമാണോ ഈ കുട്ടി പറയുന്നത് എന്ന് അവർ പരിതപിക്കുകയാണ്. ഇനി കുട്ടി വീണ്ടും തുടർന്നു, അച്ഛാ മുകളിലേക്ക് നോക്കൂ, ആകാശം അത് നമ്മോടൊപ്പം മേഘങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് വളരെ കൗതുകത്തോടെ പറഞ്ഞു ഈ യുവാവ്. ഇത് കണ്ടപ്പോൾ ആ ദമ്പതികൾ വീണ്ടും ഈ അച്ഛനോടായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ കുട്ടിയെ, ഈ യുവാവിനെ ഒരു ഡോക്ടറെ പോയി കാണിച്ചൂടെ, മാനസികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെന്റ് എടുത്തൂടെ എന്ന് വളരെ പരിതപിച്ചുകൊണ്ട് തന്നെ ആ പിതാവിനോട് ചോദിക്കുകയാണ്. അപ്പൊ പിതാവ് തിരിച്ച് വളരെ പുഞ്ചിരിയോടുകൂടി അവരോട് മറുപടി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മോനുമായി ഇന്ന് ഒരു ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ്. എൻ്റെ മോന് ഇത്ര കാലം കാഴ്ചയുണ്ടായിരുന്നില്ല. അവൻ ജന്മന കാഴ്ച പരിമിതനായി വളർന്ന വ്യക്തിയാണ്. ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ അവന്റെ സർജറി കഴിഞ്ഞ് അവൻ കാഴ്ച തിരിച്ചു കിട്ടി അവൻ മടങ്ങി വരുന്ന വഴിയാണ്. അവൻ ഇതെല്ലാം ആദ്യമായി കാണുകയാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ പറയാറുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും മനുഷ്യരായ നാം ഏവരും നമ്മുടെ സഹജീവികളായ മറ്റുള്ളവരെ നോക്കിക്കാണുന്ന ചില നരേഷനുകളുണ്ട്. നമുക്ക് പലരെയും പറ്റി പലതും നമ്മുടെ മനസ്സിൽ നേരത്തെയോ മുൻധാരണകളായോ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. ഈ മുൻധാരണകൾക്കനുസരിച്ച് നമ്മൾ പലപ്പോഴും അവരെ വിലയിരുത്തുമ്പോൾ, അവരെ ജഡ്ജ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് പല രൂപത്തിൽ പിഴച്ചു പോകാറുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയുന്ന ചില കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ചില ആളുകളെ കാണുമ്പോൾ തന്നെ അവരുടെ ഒരു സ്വഭാവവും പെരുമാറ്റവും അവർ ചെയ്തു കൂടുന്ന ചില കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് നമുക്കുണ്ടാവുന്ന ചില മുഖഭാവങ്ങളിലെ മാറ്റങ്ങൾ അടക്കം, ചില പുച്ഛ മനോഭാവം അടക്കം നമ്മളത് പ്രകടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില പരിതാപങ്ങളിലൂടെ നമ്മൾ സംസാരങ്ങളിലൂടെ പല കാര്യങ്ങളും പുറത്തേക്ക് പറയുമ്പോൾ അത് ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എത്രത്തോളമാണ് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. നമുക്ക് പറയാനുള്ളത് പറഞ്ഞു പോവാണ്. അത് സത്യമാണോ, അത് അർത്ഥസത്യമാണോ, അതൊരു യാഥാർത്ഥ്യമാണോ, അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ, അത് ആ വ്യക്തിക്ക് വേദന ഉണ്ടാക്കുമോ എന്നൊന്നും ചിന്തിക്കാതെ നമ്മുടെ മനസ്സിൽ ആ വ്യക്തിയെ പറ്റി നമ്മൾ ചില കാര്യങ്ങൾ റീഡ് ചെയ്തെടുത്താൽ അത് അങ്ങനെ തുറന്നു പറയുന്ന ഒരു പ്രകൃതം ഇന്ന് മുസ്ലിമീങ്ങളിൽ പോലും ഇത്തരമൊരു സ്വഭാവം പലപ്പോഴായി കണ്ടുവരുന്നുണ്ട്. ഇസ്ലാമിന്റെ ഒരു പരികൽപ്പന പ്രകാരം ഒരു വ്യക്തിയുടെ അഭിമാനം എന്നത് അത് വളരെയധികം പവിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, വലഖദ് കർറംനാ ബനി ആദം. അള്ളാഹു ആദം സന്തതികളുടെ എല്ലാം അവരെയെല്ലാം അള്ളാഹു ആദരിച്ചു എന്നാണ് പറയുന്നത്. കർറംന, അക്രം അല്ലെങ്കിൽ കറമ എന്ന വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അറബിയിലെ ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്തിനേയും നമ്മൾ സ്പെഷ്യലായി ഒന്ന് വളരെ പ്രത്യേകമായി പവിത്രമാക്കുന്നതിനെയാണ് കറമ അല്ലെങ്കിൽ അക്രം എന്ന വാക്ക് ഉപയോഗിച്ചു എന്ന് പറയുന്നത്. അള്ളാഹു മനുഷ്യരെ എല്ലാം മറ്റു ജീവജാലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് മനുഷ്യരാകുന്ന നമ്മളെല്ലാം അള്ളാഹു മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും അള്ളാഹു ആദരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ അത് കേവലം ശാരീരികമായിട്ടുള്ള അനുഗ്രഹങ്ങളിൽ മാത്രമല്ല, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും സൗകര്യങ്ങളും ഒരുക്കി തന്നു എന്നതിന് മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് നമുക്കിവിടെ ജീവിക്കാൻ ആവശ്യമായ രൂപത്തിൽ നമ്മുടെ അഭിമാനത്തെ പോലും അള്ളാഹു ക്രമീകരിച്ചിട്ടുണ്ട് എന്ന വിഷയം അതിൽ ഉൾപ്പെടുന്നു എന്ന് പണ്ഡിതന്മാരെ പറയുന്നുണ്ട്. അത്തരത്തിൽ നാം പ്രത്യേകിച്ച് ആലോചിച്ച് നോക്കേണ്ടത്, ഇന്ന് ഒരു സോഷ്യൽ മീഡിയ സജീവമായ കാലമാണ്.
നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഒക്കെ നമ്മൾ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ആശയവിനിമയങ്ങൾ, അതിൽ എന്തെങ്കിലും രൂപത്തിൽ ചില ചാറ്റുകളിലോ ചില വോയിസുകളിലോ ചില കമന്റുകളിലോ അല്ലെങ്കിൽ നാലാൾ കൂടുന്ന ഒരു സമയത്തോ നമ്മുടെ ഒരു സഹോദരനെ അവൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അത് പല രൂപത്തിൽ കടന്നു വരാം. 3 രൂപത്തിൽ നമുക്ക് അതിനെ ക്രമീകരിക്കാം. നമ്മൾ മറ്റു പല വ്യക്തികളെയും വ്യക്തിഹത്യ നടത്തുന്നത് 3 രൂപത്തിൽ ക്രമീകരിക്കാം. ഒന്ന്, പലപ്പോഴും നമ്മൾ മാന്യന്മാരായ ആളുകളെ പറ്റി അപവാദം പറയുന്ന കാര്യമാണ്. ഒരു നുണ, ചിലപ്പോൾ ഒരു ചെറിയൊരു ത്രെഡ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അദ്ദേഹം പിന്നെ ഒരു മദ്യഷോപ്പിന്റെ അടുത്തോടെ പോകുന്നത് കേട്ടു എന്നൊരു വാർത്തയാണ് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ആ വ്യക്തിയുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് അയാൾ അങ്ങനെയാവാൻ സാധ്യതയുള്ള വ്യക്തിയാണ് നമ്മളോട് ഊഹിച്ചെടുത്ത് അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടാക്കി തീർക്കുന്ന, അതിലേക്ക് അദ്ദേഹത്തിനെ ചേർത്ത് വായിക്കുന്ന ഒരു അവസ്ഥ. മാന്യന്മാരായ ആളുകളെ പറ്റി ഇല്ലാത്തത് പറയുന്ന, അപവാദം പറയുന്നതാണ് ഒന്നാമത്തെ ഒരു രൂപം. രണ്ടാമത്തെ ഒരു രൂപം, സംഭവിച്ച ഒരു മോശം കാര്യം, ഒരുപക്ഷെ സത്യം തന്നെ ആയിരിക്കാം, ആ വ്യക്തി ചെയ്ത ഒരു തെറ്റായ കാര്യം, ആ തെറ്റിനെ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഒരു മോശമാണെന്ന് ഉറപ്പുള്ള കാര്യത്തിന് തന്നെ പബ്ലിക്കായി എല്ലാവരോടും പറഞ്ഞു നടക്കുന്ന രണ്ടാമത്തെ ഒരു സ്വഭാവമുള്ള ആളുകളെ കാണാം. മൂന്നാമതായിക്കൊണ്ട് ഒരുപക്ഷെ ആ വ്യക്തി ചെയ്ത തെറ്റിനെ, അല്ലെങ്കിൽ ആ വ്യക്തി ഒരിക്കലും പുറത്തു പറയണമെന്ന് ആഗ്രഹിക്കാത്തൊരു വിഷയം, അദ്ദേഹത്തിന്റെ സ്വകാര്യതയിൽ മാത്രം ഒതുങ്ങിയ വിഷയത്തെ അതിങ്ങനെ ചെകഞ്ഞെടുത്ത് അയാളോട് ചോദിച്ചും മറ്റു പലരോട് ചോദിച്ചും അത് കൂട്ടി വായിച്ച് അതിനെ പബ്ലിക്കാക്കുന്ന, സ്വകാര്യതയെ പബ്ലിക്കാക്കി എല്ലാവരും അറിയുന്ന ഒരു പരസ്യമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇത്തരം സംസ്കാരമുള്ള സ്വഭാവമുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും എപ്പോഴെങ്കിലും വഴിമാറി പോകുന്നുണ്ടോ എന്ന ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ വ്യഭിചാരാരോപണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയുന്ന കൂട്ടത്തിൽ സൂറത്തുൽ നൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗല ഇദ് സമഅതുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. വലൗല ഇദ് സമഅതുമൂഹു ഖുൽതും, അപ്പോ അത് കേട്ട സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു, വലൗല ഇദ് സമഅതുമൂഹു ഖുൽതും, നിങ്ങൾക്ക് അപ്പൊ പറഞ്ഞുകൂടായിരുന്നു, മാ യകൂനു ലനാ, ഈ സമയത്ത് നമുക്കിത് പാടില്ലാത്തതായിരുന്നു ഇത് എന്ന്. നിങ്ങൾ കേട്ട സമയത്ത് ഇതെനിക്ക് പാടില്ലായിരുന്നതായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? എന്ത്? അന്ന തകല്ലമ ബിഹാദ, ഇതിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു എന്ന് നിങ്ങൾക്ക് അപ്പോൾ പറഞ്ഞുകൂടായിരുന്നോ? ബിഹാദ സുബ്ഹാനക, അല്ലാഹു നീ എത്ര പരിശുദ്ധൻ, ഹാദാ ബുഹ്താനുൻ അദീം, ഇതൊരു വമ്പിച്ച കെട്ടുകഥ മാത്രമായിരിക്കുന്നു. ഇത്തരം കെട്ടുകഥകളായ വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്പൊ പറഞ്ഞുകൂടായിരുന്നോ ഇത് ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു എന്ന് ഖുർആനോട് പറയുന്നുണ്ട്. നമുക്ക് പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ പോലും അതിനെ വീണ്ടും ചകഞ്ഞ് അതിനുള്ളിലേക്ക് പോകുന്ന ഒരു പ്രകൃതി, ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. പലപ്പോഴും കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ പറയാറുണ്ട്. ഒരു സംഗതിയായ വിഷയത്തിന്റെ പൂർണ്ണമായ ഒരു വശവും കേൾക്കാതെ, അല്ലെങ്കിൽ കാള വിറ്റുന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന അത്തരം ഒരു സ്വഭാവമുള്ള ആളുകൾ, അവർക്ക് യാതൊരു അവധാനതയും ഉണ്ടാവില്ല. അവർ കേൾക്കുന്ന കാര്യത്തെ അവരുടെ ചിന്താഗതിയുമായിട്ട് കൂട്ടി വായിച്ചുകൊണ്ട് പല നിഗമനത്തിലേക്കും എത്തിക്കൊണ്ട് അത് പ്രചരിപ്പിക്കുന്ന അത്തരം ആളുകൾക്ക് ഖുർആൻ തുടർന്ന് പറയുന്നുണ്ട്, ലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമ്മോട് പറഞ്ഞ കാര്യങ്ങളാണ്. തഫ്സീറുകൾ കാണാൻ കഴിയും, അത്തരം ആളുകൾ ഈച്ചകളെ പോലെയാണെന്നാണ് പറയുന്നത്. ഈച്ച നമുക്കറിയാം, ദുർഗന്ധം വമിക്കുന്ന പല സ്ഥലങ്ങളിൽ മാത്രമാണ് ഈച്ചകളെ കാണാറുള്ളത്. ആ ഈച്ചകളെ പോലെ അവിടെ പറ്റി നിന്ന് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് അവരുടെ പിന്നാലെ പോകുന്ന ചില ആളുകൾ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഒരിക്കലും മിമ്പറിൽ കയറിക്കൊണ്ട് പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ മഅശർ മൻ അസ്ലമ ബിലിസാനിഹി വലം യഫ്ദുൽ ഈമാനു ഇലാ ഖൽബി. ചില ആളുകളെ റസൂൽ അഭിമുഖീകരിച്ചുകൊണ്ട് പറയാണ്, യാ മഅശർ മൻ അസ്ലമ ബിലിസാനിഹി വലം യഫ്ദുൽ ഈമാനു ഇലാ ഖൽബി. നാവ് കൊണ്ട് മുസ്ലിം ആവുകയും എന്നാൽ ഹൃദയത്തിലേക്ക് വിശ്വാസം കയറപ്പെടാത്ത, കടക്കാതിരിക്കുകയും ചെയ്ത ആളുകളെ എന്ന് വിളിച്ചുകൊണ്ട് റസൂൽ പറയാണ്, നിങ്ങൾ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കരുത്, നിങ്ങൾ മുസ്ലിമീങ്ങളെ അപമാനിക്കരുത്, അവരുടെ ഉള്ളകങ്ങൾ ആരായുകയും ചെയ്യരുത്. നിങ്ങൾ അവരുടെ ഉള്ളകങ്ങളെ കയറിപ്പോയിക്കൊണ്ട് അത് ആരായുകയും ചെയ്യരുത്. ഒരാൾ എങ്ങാനും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഒരാൾ തന്റെ മുസ്ലിം സഹോദരന്റെ ഉള്ളുകളിലേക്ക് ആരാഞ്ഞു പോവുകയാണെങ്കിൽ അള്ളാഹു അവന്റെയും ഉള്ളുകളിലേക്ക് ആരാഞ്ഞു പോകും എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ ഉള്ളകങ്ങൾ ചെകഞ്ഞു വരികയാണ്. ആലോചിച്ചു നിങ്ങൾ, അള്ളാഹു നമ്മുടെ ഉള്ളകങ്ങളിലുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എത്രത്തോളം ഗൗരവകരമായിട്ടുള്ള അവസ്ഥ. അള്ളാഹു അങ്ങനെ ഒരുവന്റെ ഉള്ളുകൾ ആരാഞ്ഞു പോയി കഴിഞ്ഞാൽ അവനെ തന്നെ വഷളാക്കുകയാണ് ചെയ്യുക എന്ന് അള്ളാഹു പബ്ലിക്കായിക്കൊണ്ട് നമ്മളെ വഷളാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പോകുമെന്ന് പറയുന്നുണ്ട്. അത്രത്തോളം ഗൗരവകരമാണ് വിഷയം. നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ സഹോദരങ്ങളുടെ വിഷയത്തിൽ നമുക്ക് യാതൊരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവേണ്ടാത്ത വിഷയങ്ങളിൽ പലപ്പോഴും ഇടപെടുന്ന, അതിനുള്ളിലേക്ക് പോകുന്ന അവസ്ഥ ഉള്ള ആളുകളാണോ എന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ഈ ഒരു ആയത്തിനെ തുടർന്നുകൊണ്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ.
നിങ്ങൾ ശൈത്വാന്റെ ദുർപ്രേരണകളിൽ നിങ്ങൾ വഞ്ചിതരായി ആ വിഷയത്തിൽ അവരുടെ പിന്നാലെ പോകുന്ന ആളുകളായി നിങ്ങൾ മാറരുത് എന്ന് ആ ആയത്തിൽ തുടർച്ചയോട് പറയുന്നത്. അതായത് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്കും അവർ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, അവർ പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളിലേക്കും ഉള്ളിലേക്ക് ചൂഴ്ന്നു പോകുന്ന അത്തരം സ്വഭാവക്കാർ അവർ ഈ ശൈത്വാന്റെ പാത പിന്തുടർന്നു പോകുന്ന ആളുകളാണ് എന്നാണ് പരിശുദ്ധ ഖുർആനോട് പറയുന്നത്. ഇബ്ലീസിന്റെ ധിക്കാരത്തിന്റെ ചരിത്രം നമുക്കറിയാം. എങ്ങനെയാണ് ശൈത്താൻ ആട്ടപ്പെട്ടവനാണെന്നും അകറ്റപ്പെട്ടവനാണെന്നും അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണെന്നും എങ്ങനെയാണ് മാറിയെന്നുള്ള ചരിത്രം നമുക്കറിയാം. ആദം അലൈഹി ഇസ്ലാമയെ ആദരിച്ച് അള്ളാഹു അതിനുശേഷം പറയുമ്പോ അവന് സുജൂദ് ചെയ്യാൻ പറയുമ്പോ ഇബ്ലീസ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാനാണ് അവനേക്കാൾ ശ്രേഷ്ഠൻ, എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് തീയിൽ നിന്നാണ്, അവനെ സൃഷ്ടിച്ചതോ മണ്ണിൽ നിന്നാണ്. അള്ളാഹു ശേഷം എന്താ പറഞ്ഞത്? നീ ഇവിടുന്ന് പുറത്തു പോവുക എന്ന് പറഞ്ഞ് അള്ളാഹു അവനെ പുറത്താക്കുകയാണ്. ഇന്നക റജീം, നീ തീർച്ചയായും അകറ്റപ്പെട്ടവനാണ്, നീ പിന്നെ ശപിക്കപ്പെട്ടവനാണെന്ന് അള്ളാഹു അവിടെ കൽപ്പിക്കുകയാണ്. അത്തരത്തിൽ ശപിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്കും മറ്റുള്ളവരെ പറ്റി അപവാദങ്ങൾ പറയുന്ന രൂപത്തിലേക്കും അവരെ ജഡ്ജ് ചെയ്യുന്ന കൂട്ടത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും അങ്ങനെ പോകുന്ന ആളുകൾ അവർക്കുണ്ടാകുന്ന മറ്റു ചില പ്രത്യേകതകളുണ്ട്. അങ്ങനെ മറ്റുള്ളവരെ പിന്നെ ഈ രഹസ്യങ്ങളിലേക്ക് ചൂഴ്ന്നു പോകുന്ന ആളുകൾ അവർ പലപ്പോഴും തങ്ങളെന്തോ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയ ആൾക്കാരാണ് എന്നൊരു ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും. ഞാൻ ചെയ്യുന്ന കാര്യം ഏറ്റവും പെർഫെക്റ്റ് ആണ്, അത് മതപരമായി നോക്കുകയാണെങ്കിലും ഭൗതികമായി നോക്കുകയാണെങ്കിലും ഞാൻ എല്ലാം കൊണ്ടും തികഞ്ഞവനാണ് എന്ന ചിന്തയുള്ള അഹങ്കാരത്തിന്റെയും താൻപോരിമയുടെയും സ്വയം മതിപ്പിന്റെയും, അറബിയിൽ ഒർജിബൽ എന്നാണ് പറയാം, ഒഴിവുള്ള ആളുകളായി മാറുന്ന ആളുകൾ, ഞാൻ തരക്കേടില്ല, ഞാൻ കുറച്ച് മോശമില്ലാത്ത ഒരാളാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് പലപ്പോഴും അത്തരം കാര്യങ്ങൾ ചെയ്യാം. അവർ അത്തരം ആളുകൾ ചിലപ്പോ ഒരുപക്ഷെ ഒരു വ്യക്തി ഒരു നമസ്കാരത്തിനെങ്ങാനും പള്ളിയിലേക്ക് വന്നില്ല എങ്കിൽ അവൻ ഭയങ്കര മോശം, അവൻ പള്ളിയിലേക്ക് വരാറില്ല എന്ന് പറഞ്ഞ് അവന് എഴുതുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ നമസ്കാരം ഇപ്പൊ ഇന്ന് ജുമാ കഴിഞ്ഞ് സുന്നത്ത് നമസ്കരിക്കാൻ തിരക്കുള്ള ഒരു വ്യക്തി ഒന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവനായിട്ട് വിലയിരുത്തും അവൻ സുന്നത്തൊന്നും നിസ്കരിക്കാത്ത ആളാ, എന്താ 2 മിനിറ്റ് നിസ്കരിച്ച് എന്താ അവൻ ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ച് അവനായിട്ട് വിലയിരുത്തുക അവൻ വളരെ മോശപ്പെട്ടവനാണ് എന്ന് കാണുന്ന ഒരു പ്രകൃതം അതൊരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ആ ചിന്താഗതി ഉണ്ടാവുന്നത് ഈ ഒഴിവുള്ള ആളുകൾക്കാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്താണ് ഒഴിവ്? തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം അത് ഭയങ്കര വലുതായി തോന്നുക, അതുപോലെ തന്നെ അതിലേക്ക് മാത്രം മനസ്സിനെ കീഴൊതുങ്ങി അതാണ് എല്ലാം എന്ന ചിന്ത, അതോടൊപ്പം അവ നൽകിയ അള്ളാഹുലേക്ക് അത് ചേർത്തി പറയാൻ മറന്നു പോവുകയും ചെയ്യുന്ന ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് അള്ളാഹു എനിക്ക് എല്ലാം നൽകിയിട്ടുണ്ട്, ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന ബോധ്യം മനസ്സിൽ വരികയും അത് തന്ന അള്ളാഹുവിലേക്ക് അത് ചേർത്ത് വായിക്കാതെ ഇതൊക്കെ എന്റെ എന്തോ ചില കഴിവുകൾ കൊണ്ട് ലഭിച്ചതാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അത്തരം ചിന്താഗതിയുള്ള ആളുകൾ. ഇത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ അങ്ങനെയൊന്നുമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ പറയപ്പെടുന്ന ചില ലക്ഷണങ്ങൾ നമ്മളിലെങ്ങാനും വന്നിട്ടുണ്ടോ? ഒന്ന്, ഞാൻ ഒരുപാട് കഴിവുള്ളവനാണ്, ഞാൻ എന്തൊക്കെയോ ചില പിന്നെ ഈ നാട്ടിൽ വളരെ സർവ്വസമ്മതനായ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന എല്ലാവരും കുറച്ചൊരു സ്ഥാനവും മാനവും പദവിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ? എന്റെ പ്രസംഗം, എന്റെ സ്വഭാവം, എന്റെ പെരുമാറ്റം, എന്റെ ഖുർആൻ പാരായണം, എന്റെ ആരാധനകൾ, എന്റെ ഇബാദത്തിലെ ചിട്ടകൾ ഇതൊക്കെ ഭയങ്കര സംഭവമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ്, ഞാൻ ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോ ഇങ്ങനെ നടക്കുന്നത്, എന്റെ വീട്ടിൽ എന്റെ കുടുംബത്തിൽ ഞാൻ ഏറ്റവും വളരെ നന്നായി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത്, ഈ പള്ളിയിൽ ഞാൻ എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഈ പള്ളിയുടെ അവസ്ഥ കാണണമായിരുന്നു എന്നൊക്കെ പള്ളിയുടെ ഭാരവാഹികൾ ചിന്തിക്കുക. അത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒജബിലേക്ക് നമ്മൾ പോകുന്നു എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരം ആളുകൾ ഇതിനൊരു മറുവശം കൂടിയുണ്ട്, ഞാനെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഞാനെങ്ങാനും ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ആകെ താറുമാറായി പോകുന്ന, ഇവിടെ ഒന്നും നടക്കില്ലായിരുന്നു എന്ന് പറയുന്ന ആളുകൾ, ഞാൻ എല്ലാം കൊണ്ടും തികഞ്ഞവനാണ് എന്ന് തോന്നലുണ്ടാവുന്ന ആളുകൾ, എന്റെ അത്ര കഴിവൊന്നും ഇവിടെയുള്ള ആർക്കും ഇല്ല, ഞാൻ അവിടെ ഏറ്റവും എല്ലാം ഉള്ളത് എന്നുള്ള ഒരു പുച്ഛ മനോഭാവം ബാക്കിയുള്ളവരുമായിട്ട് വെച്ച് പുലർത്തുന്ന അത്തരം ആളുകൾ, അതിലൊരിക്കലും നമ്മൾ ഉണ്ടാവാൻ പാടില്ല എന്ന ചിന്തയാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിന് നന്ദി കാണിക്കാനുള്ളതാണ് എന്ന ബോധ്യം അതിലൊരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല എന്നതാണ് സൂചിപ്പിക്കേണ്ടത്. അള്ളാഹു ഇത്തരം ചിന്താഗതികളെ വളരെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള താൻപോരിമയാകുന്ന സ്വയം വളരെ പ്രശംസിച്ചുകൊണ്ട് നടക്കുന്ന അത്തരം ചിന്താഗതിയെ വളരെ ഗൗരവകരമായി എതിർക്കുന്നുണ്ട്. ഖുർആൻ നമുക്ക് കാണാൻ കഴിയും, സൂറത്ത് നജ്മിലെ 32-ാമത്തെ ആയത്തിൽ ഫലാ തുസക്കു അൻഫുസകും ഹുവ അഅലമു ബിമൻ ഇത്തഖാ. ഫലാ തുസക്കു അൻഫുസകും, നിങ്ങൾ സ്വയം പരിശുദ്ധരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പ്രശംസിച്ച് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പാടില്ല. ഹുവ അഅലമു ബിമൻ ഇത്തഖാ, അല്ലാഹുവിനാണ് അറിയുക ആരാണ് ഏറ്റവും ശ്രേഷ്ഠരെന്ന്, ആരാണ് തഖ്വയുടെ കാര്യത്തിൽ ഏറ്റവും മുമ്പിലുള്ളത് എന്ന് ഹൃദയങ്ങളെ അറിയുന്ന
അറിയുന്ന അള്ളാഹുവിനാണ് അറിയുക എന്ന് അള്ളാഹു ഖുർആനോട് പറയുന്നുണ്ട്. നമുക്കൊരു ചരിത്രം കാണാൻ സാധിക്കും. ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു സ്ത്രീ വരികയാണ്. ആ സ്ത്രീ പറയുന്നു, എന്റെ ഭർത്താവ്, അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു, ഇന്ന വ്യക്തിയാണ്. ഈ പണ്ഡിതൻ അദ്ദേഹത്തെ അറിയാം. ഈ സ്ത്രീ പറഞ്ഞു, അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹം ഇപ്പൊ കുറച്ചു മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ, ജനാസ നിസ്കരിക്കാൻ താങ്കൾ വരണം, താങ്കൾ അവിടെ ഇമാമ് നിൽക്കണമെന്ന് ആ പണ്ഡിതനോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞപ്പോ ആ പണ്ഡിതൻ തിരിച്ചു പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു മദ്യപാനിയായ വ്യക്തി, എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം, ഒരുപാട് കാലമായിട്ട് മദ്യപിക്കുന്ന ആ വ്യക്തിയുടെ ജനാസ സംസ്കരിക്കാൻ ഞാൻ വരികയില്ല എന്ന് ആ സ്ത്രീയോട് പറഞ്ഞ് തിരിച്ചു വിട്ടു. അദ്ദേഹം ചിന്തിച്ചതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു സാമൂഹ്യമായ തിന്മ ചെയ്യുന്ന വ്യക്തി അദ്ദേഹത്തിന് അവസാനം ജനാസ സംസ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ ആ തിന്മയെ ഞാനെങ്ങാനും അംഗീകരിക്കുന്ന വ്യക്തിയായി മാറുമോ എന്ന പേടിയിലാണ് അദ്ദേഹം പോകില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ആ സ്ത്രീ തിരിച്ചു പോവാണ്. അങ്ങനെ അദ്ദേഹത്തെ മയ്യിത്ത് നിസ്കരിച്ച് ഖബറടക്കി അദ്ദേഹം അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ പണ്ഡിതൻ ഒരു രാത്രി സ്വപ്നം കാണുകയാണ്. അദ്ദേഹം ആ സ്വപ്നത്തിൽ കാണുന്നത്, ആ മരണപ്പെട്ടു പോയ മദ്യപാനിയായിരുന്ന വ്യക്തി സ്വപ്നത്തിൽ വരികയാണ്. ആ വ്യക്തി സ്വപ്നത്തിൽ സ്വർഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ട് ആ വ്യക്തി അവിടുന്ന് പറയാണ്, അള്ളാഹു എത്ര ശ്രേഷ്ഠ എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കുന്ന ആ കാഴ്ച ഈ പണ്ഡിതൻ സ്വപ്നത്തിൽ കാണുകയാണ്. ഇതിന് ഭയങ്കരമായ പിന്നെ സങ്കടം വരികയാണ്. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം നേരെ ആ സങ്കടത്തോടു കൂടി ആ മദ്യപാനിയായ വ്യക്തിയുടെ ഭാര്യയുടെ അടുക്കിലേക്ക് പോവാണ്. എന്താണ്, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എന്തായിരിക്കും അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചുകൊണ്ട് എന്തൊക്കെയാണ് സാധാരണത്തിൽ അദ്ദേഹം ചെയ്യാറുള്ളത് എന്ന് ചോദിച്ചപ്പോ ആ ഭാര്യ പറഞ്ഞു, അദ്ദേഹം മദ്യപാനി തന്നെയായിരുന്നു, വളരെ മോശപ്പെട്ട വ്യക്തിയായിരുന്നു, പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ചില നന്മകളുണ്ട് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞത്, അദ്ദേഹം യതീമീങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും നിരന്തരം ഒരുപാട് യതീമീങ്ങൾക്ക് തന്റെ ധനത്തിൽ നിന്നും സമ്പാദ്യത്തിൽ നിന്നും ചെലവഴിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അവർ ഭക്ഷണം കഴിക്കുന്നത് വരെ അവരോടൊപ്പം ചെലവഴിക്കുമായിരുന്നു, അവരെ തലോടുമായിരുന്നു, അവരെ വളരെയധികം സ്നേഹിക്കുമായിരുന്നു അദ്ദേഹം. ശേഷം അദ്ദേഹം അവരോട് പറയും, എനിക്കൊരു മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാനും എന്റെ ഭാവി ഏറ്റവും ഗുണകരമാവാനും എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം അവരോട് പറയാറുണ്ടായിരുന്നു എന്ന് ആ സ്ത്രീ ആ പണ്ഡിതനോട് പറയാണ്. അപ്പൊ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന കാരണത്താൽ അദ്ദേഹത്തെ അങ്ങനെ വിലയിരുത്താൻ പാടില്ല. അദ്ദേഹം ആ തെറ്റിൽ നിന്ന് ഒരുപക്ഷെ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവാം, നമുക്കറിയില്ല, അത് അള്ളാഹുവിനാണ് അറിയുക. ഒരിക്കലും ഒരു വ്യക്തിയെയും ഒരാളെയും വിധിക്കാനും വിലയിരുത്താനും നമ്മളാണല്ല എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം. മറിച്ചു സഹോദരൻ, നമ്മുടെ വിധി പോലും നമുക്കറിയില്ല. നാളെ നമ്മൾ ഈ ഒരു മാസക്കാലം അനുഷ്ഠിച്ച നോമ്പ് അത് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ വിധിയെ നമ്മൾ വിലയിരുത്താൻ കഴിയുക? നമുക്കതിന് യാതൊരു യോഗ്യതയുമില്ല എന്ന ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മറ്റുള്ളവരെല്ലാവരും എപ്പോഴും മോശക്കാരാണ് എന്ന ചിന്ത ഒരിക്കലും നമ്മൾ വെച്ചു പുലർത്താൻ പാടില്ല. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, സൂറത്ത് നിസായിലെ 49-ാമത്തെ വചനത്തിൽ, അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും വലില്ലാഹു യുസക്കി മൻ യശാ വലാ യുദ്ലമൂന ഫതീലാ. അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും, ആത്മപ്രശംസ നടത്തുന്ന ആളുകളെ നീ കണ്ടില്ലേ? ബലില്ലാഹു യുസക്കി മൻ യശാ, പക്ഷെ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ പരിശുദ്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വലാ യുദ്ലമൂന ഫതീല, അവരോട് ഒരു തരിമ്പ് പോലും അല്ലാഹു അനീതി കാണിക്കുകയില്ല എന്നുള്ളതാണ്. ആത്മപ്രശംസ എന്നത് അത്രത്തോളം മോശമായ ഒരു കാര്യമായിട്ടാണ് അല്ലാഹു പരിചയപ്പെടുന്നത്. അത്തരം ആത്മപ്രശംസ നടത്തുന്ന ആളുകളോട് യാതൊരു അനീതിയും അല്ലാഹു കാണിക്കുകയില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇത് ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും പല ചിന്തകളും ഉണ്ടാവാം. ഒരുപക്ഷെ മറ്റൊരാളെ ഇകഴ്ത്താനുള്ള ഒരു സ്വഭാവം വരുന്നത് ഞാൻ എന്തോ വളരെ ശ്രേഷ്ഠനാണെന്നത് സ്ഥാപിച്ചെടുക്കാനായിരിക്കും. ഞാനിവിടെ വളരെ ഉഷാറായിട്ട് പോകുന്നുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്ന, അവിടെ ഏറ്റവും നല്ല മാന്യനായ ഒരു മുഖം സമൂഹത്തിന് മുമ്പിലൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ മാന്യനായി നിൽക്കുകയും തന്റെ എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യാൻ വേണ്ടി പലരെയും മോശമായി കാണിക്കുക. അവൻ മദ്യപാനിയാണെന്ന് പറഞ്ഞാൽ ഞാൻ മദ്യപിക്കില്ല എന്നൊരു അർത്ഥമുണ്ടല്ലോ, അങ്ങനെ കാണിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ താൻ ഇടുന്ന ഒരു കമന്റിന് റീച്ച് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ താൻ ഭയങ്കര സന്തോഷവാനാണെന്ന് അറിയിക്കാൻ വേണ്ടി പലപ്പോഴും അങ്ങനെയുള്ള കമന്റുകൾ ചെയ്യുന്ന, അത്തരം പ്രസ്താവന ഉന്നയിക്കുന്ന ആളുകൾ, തനിക്കൊരു പൊതു സ്വീകാര്യതയിലേക്ക് ലഭിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവരൊരിക്കലും നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, അത് എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി ചെയ്യണം എന്നുള്ള ചിന്ത പലപ്പോഴും അത്തരം ആളുകളിൽ നിന്ന് മറന്നു പോകുന്ന, അവർ അത് വിസ്മരിച്ചു പോകുന്ന സാഹചര്യം കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് കിട്ടിയതാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഒരുപോലെ നൽകിക്കോളം നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷെ അത് ചേർത്ത് വായിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ പല കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടില്ല, എന്നെക്കാൾ മോശപ്പെട്ട പല ആളുകളുമാണ്, പല വിഭവങ്ങളും കിട്ടാത്ത ആളുകളാണ് എന്ന ചിന്താഗതിയിലൂടെ അവർ നോക്കിക്കാണുമ്പോൾ ഈ കുറവുകളൊക്കെ ഭയങ്കര സംഭവമായിട്ട് നമുക്ക് തോന്നും. ആ ഒരു ചിന്ത ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇന്ന് പുതിയൊരു തലമുറയെ പറ്റി നിങ്ങൾ അടിച്ചുപോ, ഓരോ ദിവസവും പുതിയ വാർത്തകൾ മാറി മാറി വരികയാണ്. ഈ സമയത്ത് മുതിർന്ന ആളുകൾ, ഒരു പഴയ തലമുറ, ഓൾഡ് ജനറേഷൻ എന്നൊക്കെ പറയുന്ന ആളുകൾ പുതിയ തലമുറയോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാവും, ലഹരി അല്ലെങ്കിൽ പുതിയ അക്രമവാസന, ഇതൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ പഴയ തലമുറ പറയുന്നുണ്ട്, നിനക്കൊക്കെ ഇങ്ങനെ തന്നെ ആവാൻ കഴിയുള്ളൂ, ഈ തലമുറ മുന്നോട്ട് പോവാണ്, ഇതിന് വലിയ മാറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് ചില ശാപവാക്കുകളൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതേ ന്യൂ ജനറേഷൻ ചെയ്യുന്ന പല നന്മകളും നമ്മൾ കാണുന്നില്ല. ഈദ് കിസ്വ എന്നൊരു പ്രൊജക്ട് ഉണ്ട്.
പാവപ്പെട്ട പെരുന്നാൾ ദിവസത്തിൽ പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കാൻ വേണ്ടി ഒരു പ്രൊജക്ട് സംവിധാനം നടക്കുന്നുണ്ട് ഇവിടെ. ആ സംവിധാനത്തിലേക്ക് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ചെറിയ മക്കളാണ്. അവരുടെ ചെറിയ ചെറിയ കുറ്റികളൊക്കെ പൊട്ടിച്ചുകൊണ്ട് ആ കുട്ടികൾ പൈസ എടുത്തുകൊണ്ട് അതിലേക്ക് സംഭാവന ചെയ്യുന്ന എത്ര വാർത്തകൾ നമ്മൾ കണ്ടു. അപ്പൊ പുതിയ തലമുറയ്ക്കും അത്തരം ചില പോസിറ്റീവുകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ മൊത്തം ആക്ഷേപിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇത് എത്രത്തോളം ഇത് ഇതൊക്കെ പോയി നമ്മുടേതല്ലാത്ത മറ്റൊരു കൂട്ടത്തിലുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ സമുദായത്തിൽ തന്നെയുള്ള മുസ്ലിമീങ്ങളിൽ തന്നെയുള്ള മറ്റു പലരെയും കാഫിറാക്കുന്ന മുശ്രിക്കാക്കുന്ന ഒരു പ്രകൃതം നമുക്ക് ഉണ്ടാവാറുണ്ട്. അതൊരിക്കലും നമുക്ക് ചേർന്നതല്ല. നമ്മൾ പലരെയും മോശമായി ചിത്രീകരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. എന്നറിയിച്ചു ഈ പറയുന്ന വ്യക്തി തന്നെ മറ്റുള്ളവരെ മോശമാക്കി പറയുന്ന വ്യക്തിയുടെ കുറച്ചു കാലത്തെ പാസ്റ്റ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇത്ര നല്ല വ്യക്തിയൊന്നും ആയിരിക്കില്ല. അവരുടെ ഹിസ്റ്ററിയിലും അത്തരം പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം എന്ന കാര്യം അവർ മറന്നു പോവാണ്, അല്ലെങ്കിൽ മറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചില ചരിത്രങ്ങൾ നമ്മളോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പ്രവാചകൻ ഒരിക്കൽ ഒരു യുദ്ധത്തിന് വേണ്ടി തന്റെ സ്വഹാബത്തിന്റെ ഒരു കൂട്ടം ആളുകളെ യുദ്ധത്തിന് വിടുകയാണ്. അവരെ ഹുറക്ക എന്ന പേരുള്ള ഒരു സമൂഹത്തിലേക്ക്, ജുഹൈന ഗോത്രത്തിലുള്ള ഹുറക്ക എന്ന പേരുള്ള സമൂഹത്തിലേക്ക് പ്രവാചകൻ യുദ്ധത്തിന് വിടുകയാണ്. ആ യുദ്ധത്തിൽ വരുന്ന ഒരു പ്രധാന വ്യക്തിയായിരുന്നു ഉസാമ ഇബ്നു സയ്യിദ്. പ്രവാചകന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു ഉസാമ റളിയല്ലാഹു തന്റെ പ്രവാചകന്റെ കൽപ്പന പ്രകാരം ആ യുദ്ധത്തിന് പോവുകയും ആ യുദ്ധത്തിന്റെ സമയത്ത് ഒരു ശത്രു തന്റെ വാളിന്റെ മുമ്പിലേക്ക് വരികയാണ്. ഉസാമ തന്റെ വാളിന്റെ മുമ്പിലേക്ക് വരുന്നു. ആ വാൾ ഉസാമ ഓങ്ങുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. തന്റെ മരണത്തെ മുമ്പിൽ കാണുന്ന ആ സമയത്ത് ആ ശത്രു അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ ഷഹാദത്ത് അംഗീകരിക്കുന്നു, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ദീനിലേക്ക് കടന്നു വരാമെന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കൂടെ ഒരു അൻസാരി ഉണ്ടായിരുന്നു. അവരൊക്കെ ചിന്തിച്ചു, എല്ലാവർക്കും മനസ്സിലായി അദ്ദേഹം ഈ വാള് കണ്ടപ്പോ ഇസ്ലാമിലേക്ക് വന്നതാണ്, അല്ലാതെ ഇത് മനസ്സറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ടൊന്നും വന്നതല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ അവർ അത് പുറത്തു പറഞ്ഞില്ല, അവർ നേരെ തിരിഞ്ഞുപോയി. പക്ഷെ ഉസാമ റളിയല്ലാഹു ചിന്തിച്ചു, ഈ വാള് കണ്ട് മാത്രം ദീനിലേക്ക് വരുന്ന ഒരാളായതുകൊണ്ട് അവൻ എന്തായാലും വധിക്കണം. ഇത് അദ്ദേഹം വെറുതെ പറഞ്ഞതാണെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തി തിരിച്ചു വരുന്നുണ്ട്. ഈ വാർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, എന്താണ് ഉസാമ സംഭവിച്ചത് എന്ന് ചോദിച്ച്, യാ ഉസാമ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷവും അദ്ദേഹത്തെ നീ കൊല്ലാൻ ശ്രമിച്ചോ ഉസാമ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, റസൂലേ, അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സറിഞ്ഞ് പറഞ്ഞതല്ല എന്ന് പറയുന്നുണ്ട്. റസൂൽ ഇതേ ചോദ്യം തന്നെ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ചോദ്യം വീണ്ടും അദ്ദേഹത്തോട് ആവർത്തിച്ചു. ഇതിനർത്ഥം അദ്ദേഹം ഭയങ്കരമായി പേടിച്ചു. റസൂൽ വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുകയാണ്, നിങ്ങൾ എങ്ങാനും ഈ ആ വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ശേഷം വീണ്ടും നീ അദ്ദേഹത്തെ വധിച്ചോ എന്നുള്ള ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. അദ്ദേഹം ഭയങ്കരമായി പേടിച്ചു. ശേഷം റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിനക്ക് അദ്ദേഹത്തിന്റെ ഹൃദയം പിളർത്തി നോക്കാനുള്ള കഴിവുണ്ടായിരുന്നോ ഉസാമ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തായിരുന്നു നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. ഒരിക്കലും ഇല്ല, അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണത്. അദ്ദേഹം എന്തിനാണ് അങ്ങനെ പറഞ്ഞിരുന്നത്, അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചിന്തിച്ചു പോയതാണ്, ഞാൻ എങ്ങാനും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഉസാമ റളിയല്ലാഹു ചിന്തിച്ചു എന്നുള്ളതാണ്. അത്രത്തോളം ഗൗരവമാണ് ഈ വിഷയം എന്ന് പറയുന്നത്. മറ്റൊരാളുടെ പര്യവസാനമോ വിധിയോ എന്താണെന്ന് നമുക്കറിയില്ല, അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന കാര്യം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു വേശ്യയായ വ്യക്തി, വ്യഭിചാരിണിയായ വ്യക്തി ഒരു നായ്ക്ക് വെള്ളം കൊടുക്കുകയും അത് ആ വ്യക്തിയുടെ സ്വർഗം പ്രവേശനത്തിന് കാരണമാവുകയും ചെയ്ത വാർത്ത നമുക്കറിയില്ലേ? പക്ഷെ ഇപ്പൊ തന്നെ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികൾ ഒരുപാട് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. ലഹരി വസ്തുക്കൾ, ചിലപ്പോൾ സിഗരറ്റ് വലിക്കുന്ന വ്യക്തികൾ നമ്മുടെയൊക്കെ പരിസരത്ത് ഉണ്ടാവാം. അവരെ വളരെ മോശമായി കാണുന്ന, അവരെങ്ങാനും അത് നിർത്തിയാലും പിന്നെ പറയാം, നീ ഇപ്പൊ പണ്ട് അങ്ങനെ ആയിരുന്നില്ലേ, നീ പണ്ടൊക്കെ ഉപയോഗിച്ച ആളായിരുന്നില്ലേ എന്ന് പറഞ്ഞ് വീണ്ടും അവരെ ഒരു മുന വെച്ച് സംസാരിക്കുന്ന, മുട്ടി സംസാരിക്കുന്ന അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. പല തെറ്റിദ്ധാരണയുമായിരിക്കാം. ഒരു പണ്ഡിതന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും ഭക്ഷണത്തിന്റെ സദസ്സിലിരുന്ന്, ഒരു വിരുന്നായിരുന്നു അവിടെ. ആ വിരുന്നിന്റെ ഇടയിൽ ഇരുന്ന് ഒരാളിരുന്ന് ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന കാഴ്ച കണ്ടു. അദ്ദേഹം അവനെ ഓങ്ങി വെച്ചു, ഒന്നും പറഞ്ഞില്ല. അപ്പോ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു പോയി. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് കൈ കൊടുക്കുന്ന സമയത്ത് ആ ഇടത്തെ കൈ കൊണ്ട് കഴിച്ച വ്യക്തി കൈതരം വരികയാണ്. അദ്ദേഹം ഇടത്തെ കൈയാണ് കൊടുത്തത്, കാരണം അദ്ദേഹത്തിന് വലത്തെ കൈ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ പണ്ഡിതൻ വീട് പറയുന്നത്, ഞാൻ എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ, എന്തെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നെങ്കിൽ, തന്നെ വലത്തെ കൈ ഇല്ലാത്തതുകൊണ്ട് ഇടത്തെ കൊണ്ട് ഭക്ഷണം കഴിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പൊ ഇങ്ങനെ ഒരിക്കലും നമ്മൾ ഒരാളെ നേരത്തെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന യാതൊരു നിലയ്ക്കും ഊഹത്തിനൊരു സ്ഥാനവും നമ്മൾ കൊടുക്കാൻ പാടില്ല എന്ന ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. ഒരു നിലയ്ക്കുമുള്ള മുൻധാരണ നമുക്ക് ഒരു വിഷയത്തിലും ഉണ്ടാവാൻ പാടില്ല. പലപ്പോഴും ഒരു ചരിത്രം പറയാറുണ്ട്, ഒരു പണ്ഡിതനായ വ്യക്തിയും അദ്ദേഹത്തിന്റെ മകനും രാത്രി നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, ഖിയാമുൽ ലൈൽ നമസ്കരിക്കുകയാണ്. അപ്പൊ പണ്ഡിതൻ തന്റെ മകനെ വിളിച്ചുണർത്തി അവര് രാത്രി നമസ്കാരത്തിന് വേണ്ടി, സുബഹി നമസ്കാരത്തിന് മുമ്പ് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് വുദു എടുക്കാൻ പോവാണ്. വുദു എടുക്കുന്ന സമയത്ത് തന്റെ മകൻ തന്നോട് പറഞ്ഞു, ഉപ്പ, തൊട്ടപ്പുറത്ത് ഒരുപാട് വീടുകളുണ്ട്, അവിടെയൊക്കെ മുസ്ലിമീങ്ങളാണല്ലോ, പക്ഷെ അവരാരും വുദു എടുക്കുന്നൊന്നും കാണുന്നില്ല, അവരാരും എഴുന്നേറ്റതായിട്ട് കാണുന്നില്ല, അവരാരും നമസ്കരിക്കുന്നില്ലല്ലോ, എവിടെയും വെളിച്ചം കാണുന്നില്ലല്ലോ എന്ന് ആ കുട്ടി ആ ഉപ്പയോട് പറഞ്ഞതാണ്. അപ്പൊ ആ ഉപ്പ തിരിച്ച് മോനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, മോനെ,
നീ ഇങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ നീ നമസ്കരിക്കാതിരിക്കുകയാണ് നല്ലത്. നീ മറ്റുള്ളവരെ നോക്കി അവരൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന ചിന്ത നിനക്ക് വരുന്നുണ്ടെങ്കിൽ നീ നമസ്കരിക്കാതിരിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പോകരുത്, വിലയിരുത്താൻ പോകരുത്. അങ്ങനെ വിലയിരുത്തുന്നവർ ഈ പറഞ്ഞ ഒഴിവുള്ള തനിക്ക് എന്തൊക്കെയോ നേട്ടങ്ങളുണ്ട്, താൻ എന്തൊക്കെയോ പോന്നവരാണ് എന്ന ചിന്തയുള്ള ആളുകളുടെ കൂട്ടത്തിലായിരിക്കും ഉണ്ടാവുക എന്ന് അറിഞ്ഞുകൊണ്ട് അത്തരത്തിൽ അള്ളാഹുലേക്ക് പൂർണ്ണമായി കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നമുക്ക് ഇവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇംഗ്ലീഷിൽ പലപ്പോഴും പറയാറുണ്ട്, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരു പുസ്തകത്തെ നിങ്ങൾ അതിന്റെ പുറംചട്ട മാത്രം നോക്കിക്കൊണ്ട് വിലയിരുത്തരുത് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ വിഷയവും. നമ്മളൊരു വ്യക്തിയെയും ആ വ്യക്തി കാണാൻ എങ്ങനെയാണ്, ഇപ്പോൾ ചെയ്ത കാര്യം എന്താണ് എന്ന നൈമിഷികമായ ഒരു കാര്യം മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. മതപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ആളുകളൊക്കെ എന്തെങ്കിലും ഒരു സുന്നത്ത് ഒരു വ്യക്തി ചെയ്തിട്ടില്ല എങ്കിലാണ് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ക്രോശിക്കുക. നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ നിങ്ങളൊക്കെ ഒരുപക്ഷെ ചെയ്യുന്ന സുന്നത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് സുന്നത്തുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പ്രാവർത്തികമായി കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ 10, 20, 30 സുന്നത്തുകളായിരിക്കാം. പക്ഷെ നമ്മളെക്കാൾ ഏറെ ആയിരക്കണക്കിന് സുന്നത്തുകൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ആ വ്യക്തി. അദ്ദേഹത്തിന്റെ രാത്രി ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. അദ്ദേഹത്തിന്റെ രാത്രി നമസ്കാരം തുടർച്ചയായി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. സ്ഥിരമായി അള്ളാഹുവിന് ഇഷ്ടമുള്ളത് തുടർച്ചയായി ചെയ്യുന്ന ചെറിയ ചെറിയ കർമ്മങ്ങളാണെന്ന് പറഞ്ഞാൽ അത്തരം കൂട്ടത്തിൽ ഉൾപ്പെട്ട ആളായിരിക്കാം എന്ന് ചിന്തിക്കാതെ അവരെ വിലയിരുത്തുന്ന ഒരു ചിന്ത ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മളൊക്കെ ചില കാര്യങ്ങളിൽ ചില ചിന്തിക്കുന്നത് വെച്ചാൽ നാം ചില കാര്യങ്ങൾ നന്നായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ നന്നാവണമെന്നാണ്. നമ്മൾ ചില കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ പിന്നെ എല്ലാവരും അത് ചെയ്തു കൊള്ളണം എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് അവരെ നല്ലതിനു വേണ്ടി പറയാം, അവരെ പ്രേരിപ്പിക്കാം, ദഅവത്ത് ചെയ്യാം, അവരോട് കാര്യങ്ങൾ ഗുണകാംക്ഷയോടെ പറഞ്ഞു കൊടുക്കാം, മാന്യമായി സംവദിക്കാം, അവരോട് നന്മയിലേക്ക് അടുക്കാനും തിന്മ വിരോധിക്കാനും നമുക്ക് പറയാം. നസീഹത്തോടുകൂടി ഗുണകാംക്ഷയോട് നമുക്ക് പറയാം. പക്ഷെ അതാണ് നിർബന്ധത്തോടു കൂടി അത് ഏൽപ്പിക്കാൻ പാടില്ല എന്ന ചിന്തയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നാം ആക്ച്വലി യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ സ്വയം വിലയിരുത്താനാണ് തയ്യാറാവേണ്ടത്. മറ്റുള്ളവരെ വിലയിരുത്തുന്നതിന് മുമ്പ് നമ്മളെ സ്വയം വിലയിരുത്തുക. എന്റെ ജീവിതത്തിൽ, എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കാവുന്ന സമയങ്ങളിൽ എന്റെ സ്വകാര്യതകളിൽ ഉണ്ടാകുന്ന തിന്മകൾ എത്രത്തോളം ഗൗരവമുള്ളതാണ്, അതിന് നാളെ ലഭിക്കുന്ന ശിക്ഷകൾ എത്രത്തോളമാണ് എന്ന ചിന്തയായിരിക്കണം എപ്പോഴും എന്നെ വേട്ടയാടേണ്ടത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പരസ്യവും രഹസ്യവും ഒക്കെ ചോദിച്ചു പോകുന്ന ആളുകൾ നമ്മൾ ഹാസിബു ഖബ്ല അൻ തുഹാസബു എന്നുള്ള ആ കൽപ്പനയെ പിന്തുടരുന്നുണ്ടോ എന്ന കാര്യം ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടതാണ്. നാം ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഈ വിഷയത്തിൽ വലിയ സൂക്ഷ്മതയും ജാഗ്രതയും അനിവാര്യമാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ അനുഗ്രഹങ്ങൾ ഏത് നിമിഷവും തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് തന്നെ കഴിയുമെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും വേണമെങ്കിൽ തിരിച്ചു പോവാം. സഹോദരങ്ങൾ, ഒരൊറ്റ ബ്ലഡ് ടെസ്റ്റിന്റെ ഒരു ദൈർഘ്യം മാത്രമേ നമ്മൾക്ക് സമാധാനത്തിലുള്ളൂ. ഒന്നിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഇന്ന ടെസ്റ്റുകൾ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നാളെ ചിലപ്പോൾ ഇത്ര ആയുസ് നമുക്കുള്ളൂ എന്നുള്ള വിലയിരുത്തലിലേക്ക് നമ്മൾ പോകും. അത്രമാത്രം ആയുസ് നമുക്കുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് എപ്പോൾ വേണമെങ്കിലും അള്ളാഹുവിന് തന്നെ തിരിച്ചെടുക്കാൻ കഴിയും. അള്ളാഹു അള്ളാഹു നൽകിയത് ഒരാൾക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല, അള്ളാഹു തിരിച്ചെടുക്കാൻ വിചാരിച്ചത് ഒരാൾക്ക് നൽകാനും കഴിയില്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ കർമ്മങ്ങളെല്ലാം പരലോകത്തിന് അനുസൃതമായിട്ടായിരിക്കണം നമ്മൾ ക്രമീകരിക്കേണ്ടത്. ആ പരലോകം യാഥാർത്ഥ്യമാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. രണ്ടാമതായി ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരാളെ ഇകഴ്ത്താൻ ശ്രമിക്കരുത് എന്നതോടൊപ്പം തന്നെ അനാവശ്യമായി പുകഴ്ത്താനും ശ്രമിക്കരുത്. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരെ അനാവശ്യമായി പൊക്കി പറയുന്ന ഒരു പ്രകൃതവും ചിലരെ കാണാറുണ്ട്. അത് നമുക്ക് യോജിച്ചതല്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്. അവരുടെ നന്മകൾ അവരോട് പറയാം, പക്ഷെ അത് പറയുമ്പോൾ പോലും മാഷാ അല്ലാഹ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു അഅലം, അള്ളാഹുവിന് അറിയാം കൂടുതൽ എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ ഭയങ്കരമായി അവരെ പൊക്കി പറഞ്ഞ് അവരെ ആ ചെയ്ത നന്മയുടെ വില ഇല്ലാതാക്കുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. പ്രവാചകന്റെ സദസ്സിലൊരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഴ്ത്തുകയാണ്. പുകഴ്ത്തി 1, 2, 3 ഡയലോഗൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ റസൂൽ അവരോട് പറഞ്ഞു, നീ ഇവന്റെ പിരടി വെട്ടിക്കളഞ്ഞു. കാരണം ഇവന്റെ വളർച്ചയെ നീ മുരടിപ്പിച്ചു കളഞ്ഞു എന്നതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉദ്ദേശിച്ചത്. ഇവൻ വേറെ എവിടേക്ക് എത്താനുള്ള വ്യക്തിയായിരുന്നു, പക്ഷെ നീ അവനെ അവിടെ വെട്ടിക്കളഞ്ഞു, അവനെ പുകഴ്ത്തി ഇല്ലാതാക്കി കളഞ്ഞു എന്ന് റസൂലോട് പറയുകയാണ്. അപ്പൊ ഗൗരവത്തുള്ള വിഷയമാണ്. അനാവശ്യമായി പുകഴ്ത്താൻ നമ്മൾ തയ്യാറാവരുത്. നമ്മളെ എങ്ങാനും ഒരു വ്യക്തി പുകഴ്ത്തുകയാണെങ്കിൽ നമുക്കൊരു പ്രാർത്ഥന അവിടെ ഉണ്ട്. അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലുന വഗ്ഫിർ ലി മാ ലാ യഅലമുന വജഅൽനി ഖൈറൻ മിമാ യദുന്നൂന എന്ന പ്രാർത്ഥന നമ്മൾ എപ്പോഴും ഒരാൾ വ്യക്തി പുകഴ്ത്തുകയാണെങ്കിൽ പുകഴ്ത്തുന്ന സമയത്ത് നമ്മൾ മാറി പ്രാർത്ഥിക്കണം എന്നവിടെ നമുക്കൊരു കൽപ്പന കാണാൻ കഴിയും. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എല്ലാവരോടും ഒരു സൽ വിചാരമായിരിക്കണം ഉണ്ടാവേണ്ടത്. ഹുസ്നുൽ ظن എന്ന് പറയും.
ആ സദ്വിചാരത്തോടു കൂടി മാത്രമേ നമ്മൾ എന്ന വ്യക്തി, നമ്മൾ എന്ന മുസ്ലിം മറ്റുള്ളവരെ എല്ലാം, അത് മുസ്ലിമീങ്ങളെയും അല്ലാത്തവരെയും എല്ലാം നോക്കി കാണാൻ പാടുകയുള്ളൂ. ആ സദ്വിചാരം എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോഴാണ് ഈ വിലയിരുത്തലിലേക്ക് നമ്മൾ പോകാൻ കാരണമാവുക. അള്ളാഹുവിനെ കുറിച്ച് സദ്വിചാരം വേണം, റസൂലിനെ കുറിച്ച് സദ്വിചാരം വേണം, നമ്മളെ പ്രമാണങ്ങളെ കുറിച്ച് സദ്വിചാരം വേണം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വസിക്കുന്ന മറ്റു സത്യവിശ്വാസികളെ കുറിച്ചും നമുക്ക് സദ്വിചാരം വേണം എന്ന ചിന്തയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് റസൂൽ സദസ്സിലിരിക്കുന്ന സമയത്ത് റസൂൽ സഹാബിമാരോട് പറയാണ്, ഇനി ഈ പള്ളിയിലേക്ക് കയറി വരുന്ന ആൾ സ്വർഗത്തിലായിരിക്കും. റസൂൽ ഒരു പ്രഡിക്ഷൻ നടത്തുകയാണ്. റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയാണ്, ഇനി വരുന്ന ആൾ സ്വർഗത്തിലായിരിക്കും. അപ്പൊ സ്വഹാബിമാരൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി, ഇനി ആരായിരിക്കും വരുന്നുണ്ടാവുക? അപ്പൊ ഒരു വ്യക്തി ഇങ്ങനെ കടന്നു വന്നു. അപ്പൊ ആ വ്യക്തി സ്വർഗത്തിലാണെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോ സഹാബിമാരൊക്കെ അദ്ദേഹത്തെ നേരത്തെ കണ്ടിട്ടുള്ള വ്യക്തിയാണ്, അതിന് വേറെ വലിയ പ്രത്യേകത അവർ നിരീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ആ വ്യക്തി അവിടെ ഇരിക്കുകയും അതിനുശേഷം ഒരു സ്വഹാബി തീരുമാനിക്കുകയാണ്, എന്താ ആ വ്യക്തിയുടെ പ്രത്യേകത ഒന്ന് അറിയണമല്ലോ എന്ന് തീരുമാനിച്ച് അദ്ദേഹത്തിന്റെ പിറകെ പോവുകയും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹവുമായി 2-3 ദിവസം താമസിക്കുകയും ചെയ്യാണ്. അപ്പൊ 2 ദിവസം 3 ദിവസം താമസിച്ചിട്ടും അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു നോർമലായി എല്ലാവരും ജീവിക്കുന്ന പോലെ തന്നെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ 3-ാം ദിവസം തിരിച്ചിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തോട് കൈ കൊടുത്ത് പറഞ്ഞു, താങ്കൾ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാറുണ്ടോ? റസൂൽ ഇങ്ങനെ പറഞ്ഞത് കേട്ടു. അപ്പൊ എന്താ താങ്കൾ പ്രത്യേകമായിട്ട് ചെയ്യാറ്, ഞങ്ങൾ വ്യത്യസ്തമായിട്ട് എന്താണ് ചെയ്യാറെന്ന് ചോദിച്ചു. അപ്പൊ ആ വ്യക്തി പറഞ്ഞ മറുപടി, ഞാൻ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ഇന്നത്തെ ദിവസം വരെ ആരോടും ദേഷ്യമില്ല, ഒരു വിദ്വേഷവുമില്ല എന്ന കാര്യം ഞാൻ ഉറപ്പിക്കാറുണ്ട്. ഒരാളോടും എനിക്ക് ദേഷ്യമില്ല എന്ന കാര്യം ഞാൻ എല്ലാവരോടും നല്ല ചിന്തകൾ മാത്രം വെച്ച് പുലർത്താറുണ്ട് എന്ന് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. ഈ ചിന്ത തന്നെയാണ് അദ്ദേഹത്തെ സ്വർഗത്തിന് പ്രവേശിക്കാനുള്ള കാരണമായി മാറിയത് എന്ന് അദ്ദേഹം അവിടെ ചിന്തിക്കുകയാണ്. അതാണ് ഇതിന്റെ കാരണം. നമുക്കും അത്തരത്തിൽ ഹുസ്നുൽ ദ്വന്ന് മാത്രമേ എല്ലാവരെ പറ്റിയും ഉണ്ടാവാൻ പാടൂ എന്നതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അഹങ്കാരത്തിന്റെ യാതൊരു തരിമ്പും, ഒരു തരിമ്പ് അഹങ്കാരമുള്ള വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കില്ല. എന്ന് പറഞ്ഞ കൽപ്പന നമുക്കറിയാം. അതുകൊണ്ട് അത്തരത്തിലൊരു ചിന്തയും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മനോഹരമായി റബ്ബിലേക്ക് തന്നെ അതിനുള്ള നന്ദി കാണിച്ചുകൊണ്ട്, ശുക്ർ കാണിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അള്ളാഹു തന്നെ തിരിച്ചെടുക്കാമെന്നും ഏത് നിമിഷവും മരണം കടന്നു വരാമെന്നും അതിനുശേഷമുള്ള പരലോകത്ത് ആ ജീവിതത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളും നമുക്ക് മനസ്സിലുണ്ടായ ചിന്തകളും ഒക്കെയാണ് നമുക്ക് അവിടെ കൂട്ടായെത്തുക എന്ന ബോധ്യത്തോടു കൂടി എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറാനും ചിന്തിക്കുവാനും പിന്നെ നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവർ, നമ്മൾ രോഗികളായിട്ടുള്ളവർ, ഈ ഒരു പള്ളിയിലേക്ക് വരുന്ന സ്ഥിരമായിട്ട് വരുന്ന ഒരു വ്യക്തി പോലും ഇപ്പോൾ ക്യാൻസർ ബാധിച്ച് വരാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി എന്ന് ഇവിടെ അറിഞ്ഞു. അദ്ദേഹത്തിനൊക്കെ അള്ളാഹു അത്തരം ആളുകൾക്കൊക്കെ അള്ളാഹു എല്ലാ നിലയ്ക്കുമുള്ള ശിഫ പ്രദാനം ചെയ്ത് നമ്മളോടൊപ്പം ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമുക്കും അവർക്കുമൊക്കെ അള്ളാഹു അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മൾ സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു എല്ലാ പ്രയാസവും മാറ്റി നമ്മളെയും അവരെയും അള്ളാഹൊക്കെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, അവരിന്നെല്ലാം കൺകുളിർമ പ്രദാനം ചെയ്യുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ഫലസ്തീൻ അടക്കമുള്ള പ്രയാസം അനുഭവിക്കുന്ന പ്രദേശങ്ങൾ, അവർക്കൊക്കെ അള്ളാഹു നിർഭയത്വവും സ്വാതന്ത്ര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم إنك عفو تحب العفو فاعف عنا اللهم انصر إخواننا المجاهدين في فلسطين اللهم انصر إخواننا المجاهدين في فلسطين اللهم انصر إخواننا المجاهدين في فلسطين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.